ഞങ്ങൾക്ക് അല്ലാഹു മഇസ്സുൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്നേ പറയാറുള്ളൂ. യുക്തിവാദികൾ തിരിയാന്ന് മാത്രമല്ല എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ രൂപപ്പെടുകയും കുറേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവർ ഖുറാനെയും ഹദീസിനെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമിക വിമർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദർശ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ആരാണെങ്കിലും അവർ ആദർശപരമായി തന്നെ ഞങ്ങൾ നേരിടും. ഇപ്പോൾ 100 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ടൊരു യാത്ര നടത്താൻ കാന്തപുരം വിഭാഗത്തിന് എന്താണ് അതിൻ്റെ ഒരു യോഗ്യത എന്ന് ചോദിച്ചാൽ, അകലങ്ങൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതും എല്ലാവരുടെയും പ്രാർത്ഥനയും പരമാവധി ഒന്നാവണം എന്നുള്ളതാണ്. അതിൻ്റെ ഏകദേശമൊക്കെ ലക്ഷങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രം AP വിഭാഗത്തിനൊരു വെള്ളാപ്പള്ളിയെ തള്ളാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കും. അങ്ങനെ ഒരു രാഷ്ട്രീയ അടിമത്തം ഈ CPM ആയിട്ടുണ്ടോ? രാഷ്ട്രീയം എന്നൊന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കരുത് എന്ന് അന്നേ ഞങ്ങളുടെ തീരുമാനമാണ്. വിദയ് പ്രസ്ഥാനത്തിൽപ്പെട്ട മുജാഹിദുകളാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരാണെങ്കിലും അവരൊന്നും കൂടെ കൂട്ടാൻ പറ്റില്ല. മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യത്വമുള്ളവർക്കൊപ്പം എന്നാണ്. ആദർശപരമായി പല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇസ്തിഗാസയും തവസ്സുലിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്, നിസ്കാരത്തിൻ്റെ റക്കാത്തിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ വ്യക്തിപരമായി ബന്ധം സൂക്ഷിക്കുന്നതിന് പ്രശ്നമില്ല. ഇപ്പോൾ മയ്യത്ത് നിസ്കരിക്കുന്നതിന് റക്കാത്ത് പോലും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആ നയം മാറ്റി എന്ന് പറഞ്ഞാൽ പോരല്ലോ. നയം മാറ്റിയപ്പോൾ ഒരു തീരുമാനം ദുർബലപ്പെടുത്തിയാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാം പൂർണ്ണമായും വർജിക്കണം, ഒഴിവാക്കണം. ഇതത് നടന്നിട്ടില്ല. ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന ഒരു മതരാഷ്ട്രവാദമാണ് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നത്. അത് ഇക്കാമത്തു ദീൻ എന്ന് പറയുന്ന ഒരു ദീനിൻ്റെ വ്യവസ്ഥ വരിക എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ദീനിൻ്റെ വ്യവസ്ഥ വരണം എന്ന് ആഗ്രഹിക്കുന്നതിനോട് എന്തിനാണ് നമ്മൾ വിയോജിക്കുന്നത്? ഒരു തീവ്രവാദി സംഘടന ഞങ്ങൾ തീവ്രവാദിയെന്ന് അംഗീകരിച്ചിട്ടില്ല. അവർ പറയിൽ ഞങ്ങൾ ഇവിടുത്തെ രാഷ്ട്രത്തിന് വേണ്ടി മിതവാദികളാന്നേ പറയുള്ളൂ. കേരള മുസ്ലിം ജമായത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കലീൽ ബുഖാരി തങ്ങളാണ് എനിക്കൊപ്പം. നമസ്കാരം. ഈ കേരള യാത്രയുടെ ഉപനായകൻ കൂടിയാണ്. യാത്രയ്ക്ക് വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സുന്നികളുടെ ശക്തി വിളിച്ചോന്ന് 2 യാത്രകൾ, ഒന്ന് കഴിഞ്ഞു, ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. സുന്നികൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന അല്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. ഞങ്ങളുടെ ജീവിതം മുഴുവനും രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കും. പക്ഷേ ഈ കക്ഷി രാഷ്ട്രീയം ഞങ്ങൾക്കില്ല. ഈ സമസ്ത രൂപീകരിക്കപ്പെടുന്ന നമുക്കറിയാം, വിദയ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെ മുസ്ലിങ്ങളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഒരു പരമ്പരാഗത രീതിയിൽ കൊണ്ടുപോകുന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതൊരു ആത്മീയമായ ലക്ഷ്യമാണ്. പക്ഷേ അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ശക്തിയായി രൂപപ്പെടുക എന്ന് പറയുന്നത് കാലത്തിൻ്റെ ഒരു ആവശ്യമല്ലേ? സുന്നികൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ശക്തിയായി മാറണം, രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി മാറണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഞാനെന്ത് പറഞ്ഞു, അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിമീങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടു പോകുന്ന, പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയും മൗലാന ഷൗക്കത്തിലും കേരളത്തിൽ വന്നു. ബ്രിട്ടീഷ് പ്രസ്ഥാനത്തോട്, ഗവൺമെൻറ്റോട് പൂർണ്ണമായും ബഹിഷ്കരണം ഏർപ്പെടുത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ വാക്താക്കളാക്കി. അന്ന് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളെല്ലാം നിരോധിച്ചു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മുസ്ലിമീങ്ങൾ ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ, ഒരു ഉയർച്ചയില്ലാതെ, അതോടുകൂടെ തന്നെ ഐക്യസംഘം എന്ന പേരിൽ ഒരു വിഭാഗം ആളുകൾ വന്ന് ഭിന്നിപ്പുണ്ടാക്കിയപ്പോൾ ആ ഭിന്നിപ്പൊഴിവാക്കി എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായത്. ആ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയം എന്നൊന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കരുത് എന്ന് അന്നേ ഞങ്ങളുടെ തീരുമാനമാണ്. അത് ഞങ്ങളൊരു കാലത്തും ഞങ്ങളത്, പക്ഷേ ഞങ്ങൾ അതാത് കാലത്തെ ഇലക്ഷനുകളിൽ ഞങ്ങളുടെ അപെക്സ് ബോഡി കൂടി ആർക്ക് വോട്ട് നൽകണം എന്നൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങളുടെ അണികളിലേക്ക് ഞങ്ങളത് എത്തിക്കും. അല്ല, ഞങ്ങൾ രാഷ്ട്രീയ സംഘടന അല്ല. ഇപ്പോൾ പറഞ്ഞതിലുള്ളൊരു താർക്കികമായ കാര്യങ്ങളെ കൂടി ക്ലിയർ ചെയ്തതുപോലെ, ഇപ്പോൾ കാന്തപുരം ഉസ്താദിനാണ് ഇതിൻ്റെ ഒരു 100 വർഷത്തെ പരമ്പര അവകാശപ്പെടാൻ പറ്റുക എന്ന് പറയുമ്പോഴും സമസ്തയുടെ അവിഭക്ത സമസ്തയുടെ എല്ലാ ഉത്തരവാദിത്വവും പാരമ്പര്യവും EK വിഭാഗമാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ 100 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ടൊരു യാത്ര നടത്താൻ കാന്തപുരം വിഭാഗത്തിന് എന്താണ് അതിൻ്റെ ഒരു യോഗ്യത എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഐക്യ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നടന്നിട്ടുണ്ട്. അകലങ്ങൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതും എല്ലാവരുടെയും പ്രാർത്ഥനയും പരമാവധി ഒന്നാവണം എന്നുള്ളതാണ്. അതിൻ്റെ ഏകദേശമൊക്കെ ലക്ഷങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരെയും വേദനിപ്പിക്കുന്നൊരു വാക്ക് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. മാനസികമായ ഒരു ഐക്യത്തിൽ എത്തിക്കഴിഞ്ഞു. പലപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനാപരമായ ഒരു ഐക്യമാണ് വേണ്ടത്. അല്ല, അതാണ് ഞങ്ങൾ അത് അടുത്ത് തന്നെ വരും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ സ്ഥാപനങ്ങൾ, സംഘടനയുടെ ഉത്തരവാദിത്തം, അതൊക്കെ ഒരു വലിയ സങ്കീർണമായ പ്രശ്നമായി നിൽക്കുന്നതുകൊണ്ട് തൽക്കാലം ഒന്നിക്കുന്നില്ല. അതായത് ഒരു 2 സംഘടനകളാകുമ്പോൾ കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാവുമല്ലോ. ഇപ്പോൾ എൻ്റെ മകൻ്റെ കല്യാണത്തിന്
ജിഫ്രി മുത്തുക്കോയത്തങ്ങളും അതുപോലെ തന്നെ എല്ലാ നേതാക്കളും വന്നിട്ടുണ്ട്. അവരുടെ എല്ലാ വിഷയത്തിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേദി പങ്കിടാറുണ്ട്. പള്ളി ഉദ്ഘാടനത്തിനാണെങ്കിലും മദ്രസ ഉദ്ഘാടനത്തിനാണെങ്കിലും പരസ്പരം ഒന്നിച്ചിരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. കാര്യങ്ങളൊക്കെ അത് അകലം കുറഞ്ഞ് അടുത്തെത്തിയിട്ടുണ്ട്. ഈ ചില രാഷ്ട്രീയ നിലപാടുകളിലുള്ള വിയോജിപ്പുകളും മാറിയിട്ടില്ല. അത് പറയാൻ പറ്റൂല. അതായത് സംഘടനപരമായിട്ട് മുറിഞ്ഞ ഒരു മുറിവ് പറ്റിയാൽ അത് ഉണങ്ങണമെങ്കിൽ സ്വാഭാവികമായിട്ട് കുറച്ച് ടൈം കുടിക്കുമല്ലോ. അടുത്ത് തന്നെ അത് യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ ഒരേ രാഷ്ട്രീയ ധാരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ രാഷ്ട്രീയം പുറത്ത് പറയാറില്ല. എന്നാലും സാധാരണ കാന്തപുരം വിഭാഗത്തെക്കുറിച്ച് പലരും പരിഹസിച്ചു പോലും അരിവാൾ സുന്നികൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ ആ പരിഹാസത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് താഴെത്തട്ടിലൊക്കെ പലപ്പോഴും പല ആളുകളും CPM-ൻ്റെ വലിയ പ്രവർത്തകരായി മാറിയവരുണ്ട്. അത് ഈ 89-ലൊക്കെ വിഭജന കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള സംഘർഷവും പല ആളുകൾക്കും രക്ഷകരായത് CPM-കാരാണ് പലയിടങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് CPM ആയി മാറിയ ചില SSF-ൻ്റെ ഓഫീസുകൾ പോലും CPM രാഷ്ട്രീയ പ്രവർത്തനം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അടിമത്തം, രാഷ്ട്രീയ അടിമത്തം ഈ കാന്തപുരം വിഭാഗത്തിൻ്റെ കീഴ്ഘടകങ്ങളിലൊക്കെ ഉണ്ടോ? ഈ ആരോപണം മാത്രമൊന്നുമല്ല. ഞങ്ങളൊക്കെ കുട്ടിക്കാലങ്ങളിൽ കാന്തപുര ഉസ്താദിനെ വിമത ലീഗ് എന്നായിരുന്നു, അഖിലേന്ത്യാ ലീഗ്, യൂണിയൻ ലീഗ് അന്ന് അങ്ങനെ കുറേ കാലം വിളിച്ചിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം BJP എന്ന് വിളിച്ചിരുന്നു, അരിവാൾ സുന്നി എന്ന് വിളിച്ചിരുന്നു, പലതും വിളിച്ചിരുന്നു. ഇനിയും പലതും വിളിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഏത് വിളിച്ചാലും ഞങ്ങൾക്കൊരു ആദർശവും ശൈലിയും നയങ്ങളും ഉണ്ട്. അത് 2 മണിക്കൂർ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും. ഇപ്പോൾ പലപ്പോഴും ഈ പറയുന്ന CPM-ഉമായിട്ട് അടുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ ഭരിക്കുന്ന LDF സർക്കാരാണ്. അത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒരു വിമർശനത്തിനൊരു മടി കാണിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുമ്പോൾ വിമർശിക്കാൻ പറ്റാത്ത ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ തീർത്തും മുസ്ലിം വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സമുദായത്തെയും മലപ്പുറത്തെയും അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രം AP വിഭാഗത്തിനൊരു വെള്ളാപ്പള്ളിയെ തള്ളാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കും. അങ്ങനെ ഒരു രാഷ്ട്രീയ അടിമത്തം ഈ CPM-ആയിട്ടുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ അടിമത്വവും വിധേയത്വവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഞങ്ങൾക്കില്ല. ഇവിടെ ആര് ഭരിച്ചാലും ഭരണകർത്താക്കൾ എന്നർത്ഥത്തിൽ ഞങ്ങൾ അവരെ ഉൾക്കൊള്ളുകയും ഞങ്ങളവരെ സ്വീകരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ പെടുത്തുകയും ചെയ്യും. ഞങ്ങൾക്ക് ആരോടെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ഏതെങ്കിലും ഒരു ഭരണകക്ഷിയോടോ പ്രതിപക്ഷ കക്ഷിയോടോ ഒരു പ്രത്യേക വിധേയത്വമോ മറ്റോ ഞങ്ങൾക്കില്ല. ഈ വിഷയത്തിൽ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിൽ ഇപ്പോൾ എല്ലാ ദിവസങ്ങളും മീഡിയകൾ ജനുവരി 1 തൊട്ടാണ് ഞങ്ങളെ യാത്ര തുടങ്ങിയത്. ഇന്ന് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും പത്രസമ്മേളനം നടന്നിട്ടുണ്ട്, എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. അങ്ങനെ തുറന്നു പറയാനുള്ളൊരു മടി ഉണ്ടായി? ഒരു മടി ഞങ്ങൾക്കില്ല. നേരത്തെ CPM-ഉമായിട്ടൊക്കെ വളരെ അടുത്ത് നിൽക്കുകയും ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ആവശ്യമില്ല, കാലാകാലങ്ങളിൽ ഓരോ നിലപാട് സ്വീകരിക്കാം എന്ന് മാറിയതാണോ? ഒരു ശരി ദൂരത്തിൻ്റെ നയമാറ്റമാണോ? ഞങ്ങൾ തുടക്കം തൊട്ടേ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സമദൂര സിദ്ധാന്തമാണ്. ഞങ്ങൾക്ക് പ്രത്യേക ഒരു നയം രാഷ്ട്രീയത്തിലുണ്ട്. അത് ഞങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളെ സഹായിക്കും, ഞങ്ങൾ എതിർക്കുന്നത് ഞങ്ങൾ എതിർക്കും. അത് ഞങ്ങൾ എല്ലാ വർഷവും ഇലക്ഷൻ വരുന്ന സമയത്ത് ഞങ്ങളുടെ അപെക്സ് ബോഡി യോഗം ചേരും, എന്നിട്ട് വിലയിരുത്തും ഏത് കക്ഷിക്കാണ് വോട്ട് നൽകാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് ഞങ്ങളത് ഞങ്ങളുടെ ചാനലിലൂടെ ഞങ്ങളത് അണികളെ അറിയിക്കും. അത് കാലാകാലം ഒന്നാകാം, മാറാം, എന്തും ആകാം. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ നേട്ടമുണ്ടാക്കി. പ്രത്യേകിച്ച് മലബാറിൽ ഈ AP വിഭാഗത്തിൻ്റെയൊക്കെ ശക്തി കേന്ദ്രങ്ങളിൽ UDF ആണ് പരമ്പരാഗത വ്യത്യസ്തമായി UDF-ന് വലിയ നേട്ടമുണ്ടാക്കി. അത് AP വിഭാഗത്തിൻ്റെ പിന്തുണ UDF-ന് പോയതുകൊണ്ടാണെന്ന് നമുക്ക് ഉറപ്പാണല്ലോ. ഞങ്ങൾ ഇന്ന് വരെ അങ്ങനെ അവകാശപ്പെട്ട് ഞങ്ങൾ ആരുടേതും, അതായത് കാരണം ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തന നീങ്ങരുത്, കക്ഷികളാവരുത് എന്നൊരു നിർബന്ധമുള്ളത് കൊണ്ട് ഞങ്ങളുടെ നയം ഞങ്ങൾ അണികളിലേക്ക് ഞങ്ങൾ അറിയിക്കുക എന്നല്ലാതെ ഞങ്ങൾ പരസ്യമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് പറയില്ല. ഇപ്പോൾ ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി തർക്കങ്ങളല്ല, ചില സംവാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി ഉയർത്തി കാണിക്കുന്നത്. ഈ മനുഷ്യർക്കൊപ്പം എന്ന് പറയുമ്പോഴും വിദയ് പ്രസ്ഥാനത്തിൽപ്പെട്ട മുജാഹിദുകളാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരാണെങ്കിലും അവരൊന്നും കൂടെ കൂട്ടാൻ പറ്റില്ല. മനുഷ്യർക്കൊപ്പം എന്ന് പറയും മാനവികതയുടെ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുകയും ഇസ്ലാമിനകത്ത് തന്നെയുള്ള ഒരു വിഭാഗത്തെ അവർ ചിലപ്പോൾ ചില കർമ്മശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നവരായിരിക്കാം. അവരെ ഉൾക്കൊള്ളാൻ പറ്റാതെ എങ്ങനെയാണ് മാനവികത എന്ന് പറയുന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കാൻ പറ്റുക? മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യത്വമുള്ളവർക്കൊപ്പം എന്നാണ്. അല്ലാതെ ലോകത്ത് വ്യത്യസ്തങ്ങളായ
അഭിപ്രായ ഭിന്നതയുള്ളവരെ രണ്ടു കൂട്ടരും കൂടി വാരിപ്പിടിക്കണമെന്നോ ഒന്നാക്കണമെന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. അതൊട്ട് സാധിക്കുന്നതുമല്ല. ഇപ്പോൾ നിങ്ങളിപ്പം ചോദിച്ചപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ വ്യക്തിത്വം, അപ്പോൾ അദ്ദേഹം ശക്തമായി ഞങ്ങളുടെ പ്രസ്ഥാനത്തെയും സമൂഹത്തെ ആക്ഷേപിക്കുന്ന ഞങ്ങൾക്ക് മറുപടി പറയാക്കാൻ പറ്റുമല്ലോ. ആയതുകൊണ്ട് ഞങ്ങളെ വേദിയിൽ വിളിക്കാനോ ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനോ ഞങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാനോ ഞങ്ങൾക്ക് പറ്റുമല്ലോ. എന്ന പോലെ തന്നെ നിങ്ങൾ ഈ ചോദിച്ച പ്രസ്ഥാനങ്ങളൊക്കെ ഈ മനുഷ്യത്വം ഞങ്ങളെ മനുഷ്യരായി ഞങ്ങളെ മുസ്ലിമീങ്ങളായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങൾ 5 വക്ത് നിസ്കരിക്കും, കൂട്ടുപ്രാർത്ഥന നടത്തും, ഞങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇസ്തിഗാത്ത തപസ്സുലൊക്കെ ഞങ്ങൾ നിർവഹിക്കും. അതൊക്കെ ഇസ്ലാമികമല്ല, ഇസ്ലാമിന് പുറത്താണ്, അത് ബഹുദൈവാരാധനയാണ് എന്ന് നാട് നീളെ പറഞ്ഞ് നടക്കുമ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ അവരെ ഞങ്ങളെ കക്ഷികളായിട്ട് കാണാൻ പറ്റുക? അപ്പോൾ അവരെ തിരുത്തുകയും അവരെ ഉപദേശിക്കുകയും നന്നാക്കി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതോടുകൂടെ തന്നെ ഞങ്ങൾ മാനുഷിക പരിഗണന എല്ലാവർക്കും ഞങ്ങൾക്ക് നൽകും. ബന്ധങ്ങൾ പല വിധത്തിലാണ്. ഇപ്പോൾ കുടുംബ ബന്ധമുണ്ട്, സൗഹൃദ ബന്ധമുണ്ട്, മാനുഷിക ബന്ധമുണ്ട്, അയൽവക്ക ബന്ധമുണ്ട്, ബിസിനസ് ബന്ധങ്ങളുണ്ട്. അത് ഓരോ ബന്ധങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ആ ബന്ധങ്ങൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകും. EK സമസ്തയുടെ യാത്രയിൽ ജിഫരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു ആദർശപരമായി പല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇസ്തിഗാസയും തഫസ്സുലിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്, നിസ്കാരത്തിൻ്റെ റക്കാത്തിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ വ്യക്തിപരമായി ബന്ധം സൂക്ഷിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ മയ്യത്ത് നിസ്കരിക്കുന്നതിന് റക്കാത്ത് പോലും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ബന്ധം സൂക്ഷിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഞങ്ങൾ ജിഫരി തങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ബാധകമല്ലല്ലോ. അത് ജിഫരി തങ്ങളുടെ നയം. ആ ഒരു അഭിപ്രായത്തോടെ എന്താണ് ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കുന്ന കക്ഷികൾ ആരാണെങ്കിലും അവരുടെ ആദർശങ്ങളും നയങ്ങളും അത് തിരുത്താൻ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാഹചര്യം മനസ്സിലാക്കി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. എന്നാൽ ചിലത് ലാഹോറിൽ നിന്ന് വന്നതാണ്, മറ്റ് ചിലത് ഈജിപ്തിൽ നിന്ന് വന്നതാണ്. അത് നമ്മുടെ നാടുമായിട്ട് അത്ര സാഹചര്യങ്ങളായിട്ടും ആ പഴമയായിട്ടും യോജിച്ച് പോകുന്നില്ല എന്നാണ് ഞങ്ങളെ വിലയിരുത്തൽ. പക്ഷേ അപ്പോഴും ഈ രണ്ട് തരം ബന്ധങ്ങളാണല്ലോ. ഒന്ന് ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിബന്ധങ്ങളാണ്. ഇപ്പോൾ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ഈ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു, അതിനൊന്നും തടസ്സമില്ലല്ലോ. മാനുഷിക ബന്ധങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ജലപ്രളയങ്ങളുണ്ടായി, കൊടുങ്കാറ്റുണ്ടായി, അതുപോലെ ഉണ്ടായി. അവിടെ ഒന്നും ഞങ്ങളിപ്പോൾ നിലമ്പൂർ 400 പേരാണ്. അവിടെ ഞങ്ങൾ ജാതി നോക്കിയിട്ടില്ല, കക്ഷ്യത്വം നോക്കിയിട്ടില്ല, ഒന്നും. എല്ലാവർക്കും ഞങ്ങൾ 10,000 രൂപ വീതം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഡലിൽ നിന്നപ്പം വരുന്നത് അവിടെ 850 പെൺകുട്ടികളവിടെ കെട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന സാമൂഹ്യക്ഷേമ രംഗങ്ങളിലൊന്നും ആളൊന്നും ഞങ്ങൾ വേർതിരിവൊന്നും ഞങ്ങൾ കാണിക്കാറില്ല. അതേ സ്ഥാനത്ത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ആരാധനകൾ ഇപ്പോൾ പള്ളി ഉണ്ടാക്കി ഞങ്ങൾ അവിടേക്ക് ഇപ്പോൾ എല്ലാ മതസ്ഥരും വരണമെന്ന് പറയാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയി ആരാധിക്കണം, അതും പാടില്ലല്ലോ. ക്ഷേത്രത്തിൽ ആളുകൾ പോകണം, അവരവരുടേതായ ആരാധന കഴിക്കണം. മുസ്ലിമീങ്ങൾ പള്ളിയിൽ മുസ്ലിമീങ്ങൾ വരണം, ക്രിസ്ത്യാനികൾ അവരെ ചർച്ചിൽ പോകണം, അവരുടേതായ. പക്ഷേ അതോടുകൂടെ തന്നെ മാനസികമായി യോജിക്കേണ്ട മേഖലകളിൽ യോജിക്കണം. മുസ്ലിം എന്നുള്ള നിലയ്ക്ക് മുജാഹിദുകളായിട്ട് യോജിക്കാം. അതായത് മാനുഷിക പരിഗണനകൾ അർഹിക്കുന്നിടത്ത് അതേ സ്ഥാനത്ത് സലാം ചെല്ലുക, സലാം മടക്കുക, അതുപോലെ തന്നെ ജുമാക്ക് പോവുക, ജുമാക്ക് വരിക, അതൊരു ആരാധനയാണ്. അത് ആരാധനാപരമായ കാര്യങ്ങൾ യോജിക്കണമെങ്കിൽ ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് അംഗീകരിച്ചാൽ, ഞങ്ങൾക്ക് സലാം പറയാൻ പറ്റുമെന്ന് അവർ പറഞ്ഞാൽ, അവർ ഞങ്ങളുടേത് ഇസ്ലാമെന്ന് പുറത്തെല്ലാം സംബന്ധിച്ചാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാം, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ആരാണ് ശരിക്കും മുശ്രിക്കുകൾ? അവരാണ് നമ്മൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ആ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും ഇന്ന് വരെ മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ പ്രഭാഷണങ്ങൾ മുഴുവനും എല്ലാം ഞങ്ങൾ ചെയ്യുന്ന ഓരോ ആരാധനയും ഷിർക്ക് എന്ന് പറയുന്ന ഞങ്ങൾ പറയുന്നതാണ്. ഞങ്ങൾ ചെയ്യുന്ന ഈ ആചാരാനുഷ്ഠാനങ്ങൾ അത് പ്രവാചക തിരുമേനിയുടെ കാലത്തെ തുടങ്ങിയതാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങളല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നാകാം, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ പഴയ കാലത്ത് ഈ മുജാഹിദുകൾ തുടങ്ങിയ പുരോഗമനപരമായ ആശയങ്ങൾ പലതും ഇപ്പോൾ സുന്നികൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാം എന്ന് സുന്നി പള്ളികളിൽ ബോർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ യോഗത്തിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ഉസ്താദ് കൂടുതലും സംസാരിച്ചത്. അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവരുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഈ മലയാളം പഠിക്കുന്നതിനെ കുറിച്ചാണെങ്കിലും ഒക്കെ പഴയ സുന്നി കാഴ്ചപ്പാടുകൾ നിന്ന് ഒരുപാട് മാറുകയാണ്. പുരോഗമനപരമായ ആശയങ്ങൾ സുന്നികൾ സ്വീകരിക്കുന്നുണ്ട്. ഒരിക്കലും അവർ തുടങ്ങി ഞങ്ങൾ ചെയ്യുക എന്നുള്ള പതിവ് ഞങ്ങൾക്കില്ല. പക്ഷേ കാലോചിതമായിട്ടുണ്ടാകുന്ന കുറേ പരിഷ്കാരങ്ങൾ അത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മുമ്പ് കടലും പുഴയായിരുന്നു യാത്രയ്ക്ക് ആശ്രയിച്ചിരുന്നത്.
അതേ സ്ഥാനത്ത് റോഡുകൾ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത കാലത്താണ്. റോഡുകൾ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോഴാണ് റോഡ് സൈഡുകൾ പള്ളികൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിൽ പള്ളികളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ വീൽ ചെയർ രോഗികൾക്ക് പാസഞ്ചർ ആദ്യമായിട്ട് സൗകര്യം ഏർപ്പെടുത്തിയ ഇവിടെയാണ്. അതുപോലെ തന്നെ ഇവിടെ ധാരാളം സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആരെയും ഞങ്ങൾ അനുഗമിക്കുന്നു പിന്തുടരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. കാലോചിതമായി വരുന്നത് കാലോചിതമായ മാറ്റം മുജാഹിദുകൾ ആദ്യം വരുത്തിയെന്നാണ്. ആദ്യമായിട്ട് പറയട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1950 വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങുന്നത്. അന്ന് അതിൻ്റെ സ്ഥാപക സെക്രട്ടറിയാകുന്ന പറവണ്ണ മുഹിദ്ദീൻ മുസ്ലിയാർ പറവണ്ണയിൽ സ്ഥാപിച്ച മദ്രസൻ്റെ പേര് മദ്രസത്തുൽ ബനാത്ത് എന്നാണ്. ഒന്നാമത്തെ മദ്രസ കോട്ടക്കൽ അബ്ദുൽ ബാരി വാളക്കുളം പുതുപ്പറമ്പ്. രണ്ടാമത്തെ മദ്രസ ഇവിടെ പറവണ്ണയിലാണ്. ആ മദ്രസൻ്റെ പേര് തന്നെ മദ്രസത്തുൽ ബനാത്ത് എന്നാണ്. പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള മദ്രസ എന്നാണ്. സത്യത്തിൽ അന്നൊന്നും അവരാരും മദ്രസ പെൺകുട്ടികൾക്ക് വേണ്ടി സംവിധാനം തുടങ്ങി ഞങ്ങൾ ഓർക്കുന്നില്ല. അപ്പോൾ അവരുടേത് ഞങ്ങൾ അനുഗമിക്കുകയല്ല ചെയ്യുന്നത്. ആവശ്യമുള്ളത് ഞങ്ങൾ ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ അവസ്ഥ. ഈ മാനവികതയുടെ കാഴ്ചപ്പാടിൽ അവർ പുറത്ത് തന്നെയാണ്. മാനുഷിക പരിഗണന ഞങ്ങളെല്ലാവർക്കും നൽകും, അത് പുറത്തല്ല. അപ്പോൾ ജിഫ്രി തങ്ങൾ പറഞ്ഞതായിട്ട് ഉസ്താദ് പറഞ്ഞു ഏകദേശം ഒരുപോലെയാണ് ഇപ്പോൾ. അങ്ങനെ പറയാൻ പറ്റില്ല. ജിഫ്രി തങ്ങൾ പറഞ്ഞോട് യോജിപ്പില്ല. ജിഫ്രി തങ്ങൾ പറഞ്ഞ എന്താ ഞങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ ചില രാഷ്ട്രീയ വിഷയങ്ങളുണ്ടാവും. ഇപ്പോൾ ഏക സിവിൽ കോഡിൻ്റെ വിഷയങ്ങളുണ്ടാകുന്നു, പൗരത്വ നിയമത്തിൻ്റെ വിഷയം ഉണ്ടാകുന്നു. അപ്പോൾ അതൊരു മുസ്ലിം സമുദായത്തിൻ്റെ ആകെ ആശങ്കയാണ്. ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരുമോ, ഞങ്ങൾ പൗരത്വ രജിസ്റ്റർ ഇന്ന് പുറത്തു പോകുന്നുള്ള ആശങ്കയാണ്. അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മൊത്തത്തിലൊരു പ്ലാറ്റ്ഫോം വേണമെന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ഒരുമിച്ചിരുത്തിക്കൂടെ? സംഘടിക്കേണ്ട മേഖലയിൽ ഞങ്ങളിപ്പോൾ സംവാദങ്ങളിൽ, ഹജ്ജ് കമ്മിറ്റികളിൽ, വഖഫ് ബോർഡിൽ, ഇങ്ങനെ തുടങ്ങിയ സംഘടിക്കേണ്ട മേഖലയിൽ ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റിയിൽ എല്ലാ കക്ഷികളും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ വഖഫ് ബോർഡിൽ എല്ലാവരും ഉണ്ടാവാറുണ്ട്. അങ്ങനെ യോജിക്കേണ്ട സ്ഥലങ്ങളിൽ യോജിക്കാറുണ്ട്, യോജിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ യോജിക്കില്ല. അത് കാന്തൂർ സഹകരണം എന്നുള്ള ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. സഹകരിക്കേണ്ട മേഖല ഏതാണ്, സഹകരിക്കാൻ പറ്റാത്ത മേഖല ഏതാണെന്നുള്ളതിൽ. ഇപ്പോൾ സംവാദവേദികൾ ഒരേ സ്റ്റേജിൽ ഒരേ ചെയറിൽ ഇരിക്കേണ്ടി വരും. ഹജ്ജ് കമ്മിറ്റിയിൽ ഒന്നിച്ച് ഇരിക്കേണ്ടി വരും. ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇത്തരത്തിൽ ഒന്നിച്ചൊരു രാഷ്ട്രീയ ശക്തിയായി പോകുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. അതായത് കാലത്തെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നോക്കി ഞങ്ങൾ തീരുമാനമെടുക്കും. അതനുസരിച്ച് ഒറ്റ രാഷ്ട്രീയ ചോദ്യം കൂടി ചോദിച്ചാൽ, ഈ മുസ്ലിം ലീഗുമായിട്ട് നേരത്തെ വലിയൊരു തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു. കാരണം പിളർപ്പിൻ്റെ കാലത്ത് EK വിഭാഗത്തെ സംരക്ഷിച്ചു കൂടെ നിർത്തിയത് മുസ്ലിം ലീഗാണ്, CPM ആണ് മറുഭാഗത്തെ സംരക്ഷിച്ചത്. അന്നത്തെ ഒരു രാഷ്ട്രീയ വൈര്യം ഇപ്പോൾ മുസ്ലിം ലീഗിനോടുണ്ടോ? ഞങ്ങൾ ആരോടും പ്രത്യേകം അടുത്തിട്ടുമില്ല, പ്രത്യേകം വെറുത്തിട്ടും ഇല്ല. പക്ഷെ ഞങ്ങളോട് അകന്നവരും അടുത്തവരും ഇങ്ങോട്ട് ഉണ്ടാകാം. ഞങ്ങളുടെ നയം അന്നും ഇന്നും മാറ്റിയിട്ട് അവർ നമ്മളോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇപ്പം ഞങ്ങളോട് അടുക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും ഞങ്ങളെ കരുത്ത് കണ്ടിട്ട് തന്നെ അപ്പം എല്ലാവർക്കും ഞങ്ങളെ വേണമെന്നുള്ള ചിന്താഗതി ഉണ്ട്. എല്ലാവരും ഞങ്ങളെ സമീപിക്കാറുണ്ട്. അത് ഞങ്ങൾ ആരോടും അങ്ങോട്ട് ഞങ്ങളുടെ സമദൂര സിദ്ധാന്തം എന്ന നയത്തിൽ നിന്ന് ഞങ്ങളൊരിക്കലും മാറിയിട്ടില്ല. ഞങ്ങൾ ഉപദ്രവിച്ചവരുണ്ട്, ഞങ്ങൾ അനുകൂലിച്ചവരുണ്ട്, ഞങ്ങൾ ഉപദ്രവിച്ചവർ ഇപ്പോൾ ഞങ്ങളെ ആശ്രയിക്കുന്നവർ ഉണ്ട്. ആശ്രയിക്കാൻ വന്നാൽ തിരിച്ച് ഒരു സഹായം ഉണ്ടാവും. ഞങ്ങളതിൽ ആലോചിക്കുക. അത് രാഷ്ട്രീയ കാര്യങ്ങളാകുമ്പോൾ അതാത് സമയത്ത് ആരാണ് അതിനർഹതപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങൾ ആലോചിച്ച് അവർക്ക് ഒരു പിന്തുണ കൊടുക്കുന്നതിൽ ഇപ്പോൾ നയപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. ആ സമയത്ത് ബോഡി തീരുമാനമെടുക്കും പോലെ ചെയ്യാൻ പറ്റും. ഈ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ഒരു വിയോജിപ്പ്, ഇപ്പോൾ ലീഗൊക്കെ ജമാഅത്തെ ഇസ്ലാമിയോടും അടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാരണം എന്താണ് ജമാഅത്തെ ഇസ്ലാമി എതിർക്കാനുള്ള? അതെല്ലാവർക്കും അറിയാവുന്ന ലാഹോറിൽ നിന്ന് വന്നതാണ്. അവർ രാഷ്ട്രീയ കക്ഷികളാണ്. അവർക്കിവിടെ ഭരണം സ്ഥാപിക്കുക എന്നുള്ള തത്വങ്ങളൊക്കെ അവർ മാറ്റിയെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അബുലാല മൗദൂദി അവർ എതിർക്കുന്നില്ല, അവർ ആ ബുക്കുകൾ ഒഴിവാക്കുന്നില്ല, അവർ ആശയങ്ങൾ ഇപ്പോഴും എന്തായിക്കൊണ്ടിരിക്കുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആ നയം മാറ്റിയെന്ന് പറഞ്ഞാൽ പോരല്ലോ. നയം മാറ്റിയപ്പോൾ ഒരു തീരുമാനം ദുർബലപ്പെടുത്തിയാൽ അതുമായി ബന്ധപ്പെട്ടെല്ലാം പൂർണ്ണമായും വർജിക്കണം, ഒഴിവാക്കണം. ഇതത് നടന്നിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത
ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവരെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന ഒരു മതരാഷ്ട്രവാദമാണ് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നത്. അത് ഇക്കാമത്തു ദീൻ എന്ന് പറയുന്ന ഒരു ദീനിൻ്റെ വ്യവസ്ഥ വരിക എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ദീനിൻ്റെ വ്യവസ്ഥ വരണം എന്ന് ആഗ്രഹിക്കുന്നതിനോട് എന്തിനാണ് നമ്മൾ വിയോജിക്കുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്ത് ഇവിടെ ഭരണഘടന പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ നിലനിൽക്കണം എന്നാണ്. ഞങ്ങൾ ഭരണഘടനാനുസൃതമായി ജീവിക്കണം എന്നുള്ളതാണ്. ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ പാടില്ല എന്നാണ് ഞങ്ങളുടെ നയവും തീരുമാനങ്ങളും. ജമാഅത്തെ ഇസ്ലാമി ഇപ്പം ഭരണഘടനയ്ക്ക് അംഗീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അവരുടെ സ്ഥാപകർ അതോടുന്ന് തുടങ്ങി അതിൻ്റെ ആദ്യകാലങ്ങൾ എന്തായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് ചരിത്രം പഠിച്ചാൽ, ഈ ജാഹിലിയത്തായിട്ടുള്ള ഭരണവ്യവസ്ഥകളിലോടത്ത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല എന്നുള്ള വിശ്വാസം അവർക്ക് ഇപ്പോഴും ഉണ്ടെന്നാണ്. അതായത് ഇപ്പോഴും അവരുടെ ബുക്കുകൾ പഠിപ്പിക്കുന്നത്, അവരുടെ പ്രസിദ്ധീകരണാലയങ്ങളിൽ മഹാഭൂരിഭാഗം ഗ്രന്ഥങ്ങളും ഇതെല്ലാം ഏത് തന്നെയാണ്? ആ സ്ഥാപക നേതാവിൻ്റേത് തന്നെയാണ്. പക്ഷെ അവർ പറയുന്ന ഇപ്പോൾ അവരാഗ്രഹിക്കുന്ന ഒരു പരിവർത്തനം ഇവിടെ ഒരു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ടൊന്നുമല്ല, മാനസികമായ പരിവർത്തനം. ഇപ്പോൾ അള്ളാഹിൻ്റെ ഹിദായത്ത് കിട്ടി എല്ലാവരും ഒരു ഇസ്ലാമായി മാറി ആ ഇസ്ലാമിക ദീന് വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലേ? സ്ഥാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിയോ ഇല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പോൾ ഒരു തീവ്രവാദി സംഘടന ഞങ്ങൾ തീവ്രവാദിയാന്ന് അംഗീകരിച്ചിട്ടില്ല. അവർ പറയും ഞങ്ങൾ ഇവിടുത്തെ രാഷ്ട്രത്തിന് വേണ്ടി മിതവാദികളാന്നേ പറയുള്ളൂ. പക്ഷെ അവരെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടാണ് ഭരണകൂടമാണത് തീരുമാനിക്കുന്നത്. ഇസ്ലാമി തീവ്രവാദികളാണെന്നോ നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നാണ് എന്നുള്ള ഞങ്ങളതിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളെക്കുറിച്ചും ആ ഗ്രന്ഥങ്ങളെക്കുറിച്ചും അന്നത്തെ ഇതിനൊക്കെ വായിച്ച് പഠിച്ച് ഞങ്ങൾ വിലയിരുത്തിയത്. അത് തിരുത്താൻ പറ്റുന്ന ഞങ്ങൾക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അത് ലീഗ് അവരുമായിട്ട് അടുക്കുന്നു, UDF അടുക്കുന്നു, അതിലൊക്കെ ഒരു രാഷ്ട്രീയ വിയോജിപ്പ് കേരള മുസ്ലിം ജമാഅത്ത് രേഖപ്പെടുത്തും. ആരോടുമായും ഈ വർഗീയ കക്ഷികളുമായിട്ട് അത് ഏത് കക്ഷിയാലും ശരി, ഞങ്ങൾക്ക് ഇന്ന പാർട്ടി എന്നില്ല, ആ അടുപ്പം ഗുണമല്ല ദോഷം ചെയ്യുള്ളൂ എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഇപ്പോൾ കേരളത്തിൽ അവസാനമായി ഇപ്പോൾ വിധേയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായ പോലെ തന്നെ യുക്തിവാദികൾ മതത്തിനെതിരെ വലിയ തോതിൽ തിരിയുന്നുണ്ട്. യുക്തിവാദികൾ തിരിയാന്ന് മാത്രമല്ല, എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ രൂപപ്പെടുകയും കുറേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവർ ഖുറാനെയും ഹദീസിനെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമിക വിമർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിനോടുള്ളൊരു മറുപടി? അതായത് ലോകോൽപ്പത്തി തൊട്ട് ലോകാവസാനം വരെ പുതിയ പുതിയ നൂതന ചിന്തകളും ആശയങ്ങളൊക്കെ എന്നും വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഞങ്ങളുടെ ആദർശത്തിനും വിശ്വാസത്തിനും അതെതിരാണ്. ഞങ്ങൾ ഒട്ടും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ഞങ്ങൾ ആശയപരമായി ആദർശപരമായി ഞങ്ങളിത് എതിർക്കും. ഞങ്ങളിത് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്യും. അവരുടെ പ്രചരണം ഇസ്ലാമിനെക്കുറിച്ച് ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചൊക്കെ അവർ നടത്തുന്ന പ്രചരണങ്ങളുണ്ട്. അത്തരം പ്രചരണങ്ങളെ സംഘടനാപരമായി തന്നെ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ എതിർക്കാൻ അല്ലെങ്കിൽ പ്രചരണം നടത്താനൊക്കെ ശ്രമിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്ലാസ്സുകളിലും ഞങ്ങളുടെ ക്യാമ്പുകളിലും എല്ലാറ്റിലും ആദർശ വിരോധികളെ ആദർശപരമായി തന്നെ ഞങ്ങൾ എതിർക്കും. അത് ഏത് കക്ഷികളാണെങ്കിലും. അത് പലതും അസ്തമിച്ചു പോയി, ഇനി പലതും പിറക്കാനിരിക്കുന്നു. ചിലത് ഇപ്പോഴും ഭാഗികമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ആദർശ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ആരാണെങ്കിലും അവരാദർശപരമായി തന്നെ ഞങ്ങൾ നേരിടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പേരോട് ഉസ്താദ് ഈ യുക്തിവാദികൾക്ക് മറുപടി പറഞ്ഞു കുടുങ്ങിയൊരു സംഭവമുണ്ട്. ഇസ്ലാമികമായ പ്രാർത്ഥനകളിൽ അതില്ല എന്നാണ്, മുശ്രിക്കുകളും ബഹുദൈവ ആരാധകരും നശിച്ചു പോട്ടെ എന്നുള്ള പ്രാർത്ഥന ഇസ്ലാമിലില്ല എന്ന് പേരോട് ഉസ്താദ് പറയുകയും പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്യേണ്ടി വന്നു. ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതായത് എപ്പോഴും ഇസ്ലാം മുസ്ലിമീൻ, അതായത് നമ്മളെപ്പോഴും ഒരു വിഭാഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആരുടെയും നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അത് ഇസ്ലാം പറയുന്നത്. അതായത് ഞങ്ങളുടെയൊക്കെ ഞാൻ എത്രയോ കാലം പ്രാർത്ഥിച്ചു, ഞങ്ങളൊക്കെ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്നേ പറയാറുള്ളൂ. ഇനി വല്ലപ്പോഴും അബദ്ധത്തിലോ മറ്റോ അത് വന്നു പോയാൽ മാരകമായ തെറ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഓരോ മര്യാദകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ രാജ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ മതേതരത്തിൻ്റെ രാജ്യമാണ്. അപ്പോൾ നമ്മൾ ഒരാളെ പ്രകോപിപ്പിക്കുന്ന ഒരു സംസാരം നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ രണ്ടാമത്തെ ഭാഗം വേണ്ടാന്നാണ് ഞങ്ങളത് പലപ്പോഴും എന്താകല് ഈ രാജ്യവും രാജ്യത്തിൻ്റെ മതവിശ്വാസികളും എല്ലാവരും മനസ്സിലാക്കി പലപ്പോഴും അത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കാന്തപുരം ഉസ്താദിൻ്റെ പ്രാർത്ഥനകളിൽ പോലും അത് ഉണ്ടെന്നാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അതായത് ഏത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദിനം പ്രതി 100 തവണ പ്രാർത്ഥിക്കും. പക്ഷേ അതിൽ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഞാനത് എൻ്റെ പ്രാർത്ഥന കാണാൻ കഴിയില്ല. വല്ലപ്പോഴും അങ്ങനെ വന്നു പോയെങ്കിൽ അതെടുത്തിട്ടല്ലല്ലോ നമ്മൾ എതിർക്കേണ്ടത്.
സ്ഥിരമായുള്ള പ്രാർത്ഥനകളുണ്ടോ ഇല്ലെന്നാണ്. ചില യുദ്ധ കാലഘട്ടങ്ങളിലൊക്കെ പറഞ്ഞിട്ടാളെന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അതാണ്. അതായത് ഇപ്പോൾ ഒരു യുദ്ധത്തിലെ തീരുമാനമല്ല ഒരു സൗഹാർദ്ദത്തിലുണ്ടാകുന്ന തീരുമാനം. മരിച്ചിടത്ത് പോകുമ്പോഴല്ല കല്യാണത്തിന് പോകേണ്ടത്. മരിച്ചിടത്ത് പോകുമ്പോൾ നമ്മളൊരു ദുഃഖഭരിതനായിട്ടാണ് പോകുക. അവിടെ ചിരി കളി തമാശ ഒന്നും ഉണ്ടാകില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കല്യാണത്തിനാണ് പോകുന്നതെങ്കിൽ അവിടെ നല്ല ഡ്രസ്സാണ്, നല്ല ചിരിച്ച് കളിച്ചിട്ടാണ് പോവുക. അപ്പോൾ സാഹചര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടി വരും. ഓക്കെ, എന്താണ് ഈ യാത്രയുടെ അവസാനം സമസ്ത ഉദ്ദേശിക്കുന്നത്? യാത്ര അവസാനിക്കുമ്പോൾ കേരളത്തിൽ എന്തൊരു മാറ്റം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ യാത്ര എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കൊപ്പം എന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ല. അത് സമസ്തയോളം പ്രായമുള്ള, ഏകദേശം 100ൻ്റെ അടുത്തെത്തിയ, 94-95 പ്രായമെത്തിയ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ കാന്തപുരം ഉസ്താദ് ഈ 17 സ്വീകരണ സ്ഥലങ്ങളിലും സ്നേഹവിരുന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഞങ്ങൾ വിളിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ആരായുന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് സ്വരൂപിച്ച് ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ച്, വാർത്താ സമ്മേളനം വിളിച്ച് ഞങ്ങൾ മീഡിയകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഞങ്ങൾ സമാഹരിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രി അറിയിക്കേണ്ട മുഖ്യമന്ത്രി അറിയിക്കും, കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കും. ഞങ്ങൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ അറിയിച്ച് ഇനിയും ഞങ്ങളാലാവുന്ന ഞങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പോൾ യാത്ര മംഗളാവട്ടെ. വളരെ സന്തോഷം.